സമീപകാലത്ത് മോഹൻലാൽ എന്ന നടൻ്റെ സിനിമകളെയും പ്രകടനങ്ങളെയും ചുറ്റിപ്പറ്റി സജീവമായ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ശ്രദ്ധേയ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ യുവ സംവിധായകൻ തരുൺ മൂർത്തി ഒരു മോഹൻലാൽ ചിത്രവുമായി എത്തുന്നത്. മോഹൻലാലിൻ്റെ നീണ്ട അഭിനയ ജീവിതത്തിലെ 360ാമത്തെ ചിത്രം എന്ന നിലയിലും ഈ പ്രോജക്റ്റിന് സവിശേഷ പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ L360 എന്ന താൽക്കാലിക പേരിൽ പ്രഖ്യാപിക്കപ്പെട്ടതു മുതൽ സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിയ മറ്റൊരു പ്രധാന ഘടകം മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരജോഡികളായ മോഹൻലാലും ശോഭനയും നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്നു എന്നതായിരുന്നു. തേന്മാവിൻ കൊമ്പത്തും മിന്നാരവും മണിച്ചിത്രത്താഴും പോലുള്ള ക്ലാസിക്കുകൾ സമ്മാനിച്ച ഈ കൂട്ടുകെട്ടിൻ്റെ തിരിച്ചുവരവ് തന്നെയായിരുന്നു സിനിമയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. എന്നാൽ ഈ താരപ്രതിഭയെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അമിതമായി ഉപയോഗിക്കാതെ അവരുടെ ഓൺ സ്ക്രീൻ മാജിക് തിയേറ്ററിൽ തന്നെ പ്രേക്ഷകർ അനുഭവിക്കട്ടെ എന്ന സംവിധായകൻ തരുൺ മൂർത്തിയുടെ നിലപാട് ശ്രദ്ധേയമായി. സിനിമയുടെ പുതുമയും പ്രേക്ഷകരുടെ ആകാംക്ഷയും നിലനിർത്താൻ ഈ തീരുമാനം സഹായിച്ചു. എല്ലാ കാത്തിരിപ്പുകൾക്കും വിരാമമിട്ട് തുടരും 2025 ഏപ്രിൽ 25-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിലെത്തി. ആദ്യ ഷോകൾ കഴിയുമ്പോൾ തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാണ്. മോഹൻലാൽ ആരാധകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്ന, അവർ ഏറെ നാളെ കാണാൻ ആഗ്രഹിച്ച ഒരു പ്രകടനവും സിനിമയും സമ്മാനിക്കാൻ തരുൺ മൂർത്തിക്ക് സാധിച്ചു എന്ന വിലയിരുത്തലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന മലയോര പട്ടണമാണ് കഥയുടെ പശ്ചാത്തലം. അവിടെ ടാക്സി ഓടിച്ച് കുടുംബം പുലർത്തുന്ന ഷൺമുഖൻ എന്ന സാധാരണക്കാരനാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രം. ഭാര്യ ലളിത, മക്കൾ എന്നിവരടങ്ങുന്നതാണ് ഷൺമുഖന്റെ ലോകം. നാട്ടുകാരും കൂട്ടുകാർക്കുമിടയിൽ ബെൻസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഷൺമുഖന് ജീവനോളം പ്രിയപ്പെട്ട ഒന്നാണ് തൻ്റെ പഴഞ്ചൻ അംബാസിഡർ കാർ. ആ കാർ വെറുമൊരു വാഹനമല്ല, മറിച്ച് അയാളുടെ ജീവിതത്തിൻ്റെ, അയാളുടെ ഓർമ്മകളുടെ, അയാളുടെ സ്വപ്നങ്ങളുടെ എല്ലാം ഭാഗമാണ്. സിനിമയുടെ ആദ്യ പകുതി ഷൺമുഖന്റെയും ലളിതയുടെയും കുടുംബജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പിണക്കങ്ങളും നർമ്മ മുഹൂർത്തങ്ങളും നിറഞ്ഞതാണ്. അയൽപ്പക്ക ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും എല്ലാം ഊഷ്മളത തരുൺ മൂർത്തി തനത് ശൈലിയിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ ഈ ശാന്തമായ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ കടന്നു വരുന്നതോടെ കഥയുടെ ഗതി മാറുന്നു. ഒരു ഫാമിലി ഡ്രാമയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ചിത്രം പതിയെ ഒരു ക്രൈം ത്രില്ലറിന്റെ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നു. ഷൺമുഖന്റെ ജീവിതം പ്രതിസന്ധിയിലാകുന്നതോടെ അയാളുടെ മറ്റൊരു മുഖം പ്രേക്ഷകർക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെടുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നത് പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങളിലൂടെ റിയലിസ്റ്റിക് സിനിമകളുടെ വക്താവായി പേരെടുത്ത തരുൺ മൂർത്തി മോഹൻലാൽ എന്ന താരത്തെ ഉപയോഗിച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് കൗതുകം പ്രേക്ഷകർക്കുണ്ടായിരുന്നു. തുടരും എന്ന സിനിമ ആ കൗതുകങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള ചലച്ചിത്രാനുഭവമാണ് സമ്മാനിക്കുന്നത്. മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയശേഷിയെ പൂർണ്ണമായി ചൂഷണം ചെയ്യാനും പ്രേക്ഷകർ കാണാൻ കുതിച്ച വിൻറ്റേജ് മോഹൻലാലിൻ്റെ ചില മാനറിസങ്ങളും ഭാവങ്ങളും തിരികെ കൊണ്ടുവരാനും തരുൺ മൂർത്തിക്ക് സാധിച്ചു. സമീപകാലത്ത് മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് പുറത്തെടുക്കാൻ യുവ സംവിധായകന് സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഇത് കേവലം യാദൃശ്ചികമല്ല, മറിച്ച് മോഹൻലാൽ എന്ന നടൻ്റെ ശക്തിയും ദൗർബല്യവും കൃത്യമായി മനസ്സിലാക്കി ആരാധകരുടെ പൾസറിഞ്ഞ് കഥാപാത്രത്തെ രൂപകൽപ്പന ചെയ്ത സംവിധായകന്റെ മികവാണ് ഇവിടെ കാണാനാവുന്നത്. ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫറായ KR സുനിലിന്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും സുനിലും ചേർന്ന് ഒരുക്കിയ തിരക്കഥ സിനിമയുടെ നട്ടെല്ലാണ്. ഒരു സാധാരണ കുടുംബകഥയെ തുടങ്ങി ക്രമേണ ഒരു ക്രൈം ഡ്രാമയുടെയും ത്രില്ലറിന്റെയും സ്വഭാവത്തിലേക്ക് മാറുന്ന കഥ പറച്ചിൽ രീതി വളരെ സ്വാഭാവികതയോടും അവതരിപ്പിക്കാൻ തിരക്കഥയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഷൺമുഖന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടരുന്നു എന്നോ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയ വിസ്മയം തുടരുന്നു എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാനാവുന്ന അർത്ഥതലങ്ങൾ സിനിമയുടെ പേരിനുണ്ട്. പഴയ അഭിനയമൊക്കെ പോയി ഇനി പണ്ടത്തെ പോലെ ഭാവങ്ങളൊന്നും മുഖത്ത് വരില്ല എന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയായാണ് തുടരും എന്ന ചിത്രത്തിലെ മോഹൻലാലിൻ്റെ പ്രകടനം. സ്നേഹനിധിയായ ഒരു കുടുംബനാഥനായും നല്ലൊരു സുഹൃത്തായും നിസ്സഹായനായ മനുഷ്യനായും പ്രതികാരദാഹിയായും ഒടുവിൽ കുറ്റബോധത്തിൻ്റെ ഭാരം പേറുന്നവനായുമെല്ലാം ഷൺമുഖൻ എന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാൽ പകർന്നാടുകയാണ്. സൂക്ഷ്മമായ ഭാവങ്ങൾ, അനായാസമായ ശരീരഭാഷ, ഡയലോഗ് ഡെലിവറിയിലെ തനത് ശൈലി എന്നിവയെല്ലാം തിരികെ വന്നിരിക്കുന്നു. തന്നിലെ നടന് ഒരു മങ്ങലമേറ്റിട്ടില്ലെന്ന് സ്വയം അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. സിനിമയിലെ ചില സ്വയം ട്രോളുന്ന സംഭാഷണങ്ങൾ പോലും കയ്യടി നേടുന്നുണ്ട്. ഈ പ്രകടനം മോഹൻലാൽ ആരാധകർക്ക് യഥാർത്ഥ വിരുന്നാണ്.
അവർ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു തിരിച്ചുവരവ്. മോഹൻലാലിന്റെ നായികയായി എത്തി ശോഭന ലളിത എന്ന കഥാപാത്രത്തെ തന്മയത്തത്തോടെ അവതരിപ്പിച്ചു. ഷൺമുഖന്റെ ഭാര്യ എന്നതിലുപരി കഥാഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന കഥാപാത്രമാണ് ലളിത. മോഹൻലാലുമായുള്ള അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി എപ്പോഴും മനോഹരമായി നിലനിൽക്കുന്നു. വൈകാരിക രംഗങ്ങളിൽ ശോഭനയുടെ പക്വതയാർന്ന അഭിനയം മികച്ചു നിൽക്കുന്നു. ശോഭന തന്നെ തന്റെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് കൂടുതൽ സ്വാഭാവികത നൽകി. ലളിത എന്ന കഥാപാത്രത്തിനായി ആദ്യം ജ്യോതികയെ പരിഗണിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഡേറ്റ് ക്ലാഷ് മൂലം അത് നടക്കാതെ വരികയും ശോഭനയിലേക്ക് എത്തുകയുമായിരുന്നു. സിനിമ കണ്ടു കഴിയുമ്പോൾ ലളിതയായി ശോഭനയല്ലാതെ മറ്റൊരു നടിയെ സങ്കല്പിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാകും. സമീപകാല മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുന്ന ബിനു പപ്പു തുടരും എന്ന ചിത്രത്തിലെ സബ് ഇൻസ്പെക്ടർ ബെന്നി എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തിലൂടെ തൻ്റെ റേഞ്ച് ഒന്നുകൂടി ഉറപ്പിക്കുന്നു. കോമഡി വേഷങ്ങളിലും സ്വാഭാവിക നടനായും തിളങ്ങുന്ന ബിനു പപ്പുവിന് മികച്ച വില്ലൻ വേഷങ്ങളും വഴങ്ങുമെന്ന് ഈ സിനിമ അടിവരയിടുന്നു. കഥാപാത്രത്തിൻ്റെ ക്രൂരതയും അധികാര ഗർവം സൂക്ഷ്മമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസ് ഒരുപക്ഷെ പുതുമുഖമായ പ്രകാശ് വർമ്മയുടെ പ്രകടനമാണ്. ജോർജ് സർ എന്ന കഥാപാത്രമായി അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പരസ്യചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ വർമ്മ തൻ്റെ ആദ്യ സിനിമയിൽ തന്നെ ഇത്രയും വെല്ലുവിളി നിറഞ്ഞൊരു വേഷം ഗംഭീരമാക്കി. പ്രേക്ഷകരിൽ അസ്വസ്ഥതയും ഭയവും ഒരുപോലെ ജനിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിന് കഴിഞ്ഞു. സിനിമയുടെ പ്രചാരണ വേളയിൽ ഈ കഥാപാത്രത്തെയും നടനെയും ഒരു സസ്പെൻസായി നിലനിർത്തിയ സംവിധായകൻ്റെ തന്ത്രം പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയാം. തിയേറ്ററിൽ ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെടുമ്പോഴുണ്ടായ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഫർഹാൻ ഫാസിൽ, മണിയൻപിള്ള രാജു, ഇർഷാദ് അലി, ആഷ ചാന്ദിനി, ബൈജു, തോമസ് മാത്യു തുടങ്ങിയവരും തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കിയിട്ടുണ്ട്. റാന്നിയുടെ പച്ചപ്പും മലയോര ഗ്രാമത്തിൻ്റെ തനിമയും ഷാജി കുമാറിൻ്റെ ക്യാമറ ഭംഗിയായി ഒപ്പിയെടുത്തിട്ടുണ്ട്. കുടുംബരംഗങ്ങളിലെ ഊഷ്മളതയും പിന്നീട് കഥ ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുമ്പോഴുള്ള പിരിമുറുക്കവും ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. സിനിമയുടെ വൈകാരിക തലത്തിനും ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങൾക്കും ജീവൻ നൽകുന്നതിൽ ജേക്ക് ബിജോയിയുടെ സംഗീതം വളരെ വലിയ പങ്കുവഹിച്ചു. പ്രത്യേകിച്ച് ആദ്യ പകുതിയുടെ അവസാനത്തിലും രണ്ടാം പകുതിയിലെ നിർണായക ഘട്ടങ്ങളിലും പശ്ചാത്തല സംഗീതം മികച്ചു നിന്നു. അതിജീവനത്തിനായുള്ള ഒരു സാധാരണക്കാരൻ്റെ പോരാട്ടമാണ് ഷൺമുഖൻ്റെ കഥയിലൂടെ തരുൺ മൂർത്തി പറയുന്നത്. കുടുംബ പശ്ചാത്തലത്തിൽ തുടങ്ങി ഒരു ക്രൈം ത്രില്ലറിലേക്ക് വികസിക്കുന്ന സിനിമ കുറ്റകൃത്യം, പ്രതികാരം, കുറ്റബോധം തുടങ്ങിയ തീവ്രമായ മാനുഷിക വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നു. തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രേക്ഷകർ, പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകർ സിനിമയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നാണ്. മോഹൻലാലിൻ്റെ ശക്തമായ തിരിച്ചുവരവായും മോഹൻലാൽ ശോഭന ജോഡിയുടെ മനോഹരമായ പുനഃസംഗമമായും തരുൺ മൂർത്തിയുടെ മികച്ച സംവിധാന സംരംഭമായും സിനിമ വിലയിരുത്തപ്പെടുന്നു. സിനിമയുടെ ഈ പോസിറ്റീവ് തരംഗം ബോക്സ് ഓഫീസിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. മോഹൻലാൽ എന്ന നടനെ ചുറ്റിപ്പറ്റിയുള്ള സമീപകാല ചർച്ചകൾക്ക് ഒരു പരിധിവരെ ഈ സിനിമ മറുപടി നൽകുന്നുണ്ട്. ഷൺമുഖൻ്റെ കഥ പറയുന്നതിനോടൊപ്പം മോഹൻലാൽ എന്ന താരത്തോടുള്ള പ്രേക്ഷകരുടെ സ്നേഹത്തെയും പ്രതീക്ഷകളെയും കൂടി സംവിധായകൻ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് സിനിമയുടെ മറ്റൊരു തലമാണ്. മോഹൻലാൽ എന്ന നടൻ്റെ ഗംഭീര പ്രകടനം, വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച മോഹൻലാൽ ശോഭന ജോഡിയുടെ ആകർഷണീയത, തരുൺ മൂർത്തിയുടെ കൈയടക്കമുള്ള സംവിധാനം, പുതുമുഖം പ്രകാശ് വർമ്മയുടെ ഞെട്ടിക്കുന്ന പ്രകടനം, കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയിൽ തുടങ്ങി ഉദ്വേഗജനകമായ ത്രില്ലറിലേക്ക് മാറുന്ന കഥ പറച്ചിൽ രീതി, മികച്ച സാങ്കേതിക ഘട്ടങ്ങൾ എന്നിവയെല്ലാം തുടരും എന്ന സിനിമയെ മികച്ചൊരു തിയേറ്റർ അനുഭവമാക്കുന്നു. തുടരും എന്ന സിനിമയ്ക്ക് വിൻഡേജ് എന്ന പേര് കൂടി ആലോചിച്ചിരുന്നു എന്ന് തരുൺ മൂർത്തി വെളിപ്പെടുത്തി. സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ് തുടരും. എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരും എന്ന ഫോർമാറ്റിലാണ് തുടരും എന്ന പേര് നൽകിയത്. വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നൽകിയിരിക്കുന്നത്.